നമസ്കാരം. അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള അതിർത്തി ഈ അടുത്ത സമയത്ത് വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പോഴത്തെ വലിയ സംസാരമെന്ന് പറയുന്നത് അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇനി മെക്സിക്കോ അതിർത്തി മേഖലയിൽ വ്യാപകമായി ഉണ്ടാവും. പറയാൻ കാരണം അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേറ്റെടുത്ത ജനുവരി മാസം 20 അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളിൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ അധികം പേര് വലിയ ചർച്ച ചെയ്യാത്തതുമായ ഒരു കാര്യമാണ് ഒരു അടിയന്തരാവസ്ഥ. അമേരിക്കയിൽ ദക്ഷിണ പ്രദേശത്ത് മെക്സിക്കോ അതിർത്തിയിൽ ട്രംപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനർത്ഥം എന്താ? അമേരിക്ക മുഴുവനല്ല, ഒരു തരം പ്രത്യേക അവസ്ഥയാണ്. 90 ദിവസത്തേക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ സൈന്യത്തിന് നിയന്ത്രണം ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ 90 ദിവസം വെയിറ്റ് ചെയ്യണം. ഇതാ വരികയാണ്. ഏപ്രിൽ മാസം 20 ജനുവരി 20 ട്രംപ് അധികാരമേറ്റെടുത്തത്. ഫെബ്രുവരി 20, മാർച്ച് 20, ഏപ്രിൽ 20, 90 ദിവസം കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ പ്രാബല്യം വരികയാണ്. അതായത് അവിടെയുള്ള മെക്സിക്കോ എന്ന അമേരിക്കൻ രാജ്യം, അതായത് സെൻട്രൽ ആൻഡ് നോർത്ത് അമേരിക്കൻ രാജ്യം, അമേരിക്കയുമായിട്ട് ദക്ഷിണ അതിർത്തികൾ പങ്കിടുന്ന രാജ്യവുമായി ഏതാണ്ട് 4 സംസ്ഥാനങ്ങൾക്ക്, അമേരിക്കൻ സംസ്ഥാനങ്ങൾക്ക് അതിർത്തിയുണ്ട്. ടെക്സസ് എന്ന് പറയുന്ന വലിയ സംസ്ഥാനം, അരിസോണ എന്ന സംസ്ഥാനം, ന്യൂ മെക്സിക്കോ എന്ന സംസ്ഥാനം, അങ്ങനെയൊക്കെയുള്ള കാലിഫോർണിയ സംസ്ഥാനം, ഇതിനെല്ലാം തന്നെ അതിർത്തിയുണ്ട് മെക്സിക്കോയുമായി. മെക്സിക്കൻ വംശജരായ ഹിസ്പാനിക്കുകൾ നല്ല രീതിയിൽ ഇവിടൊക്കെ പണ്ട് കാലത്ത് കടന്നു വന്നവരുണ്ട്, അല്ല എങ്കിൽ നുഴഞ്ഞു കയറുന്നവരുണ്ട്, ഒക്കെയുണ്ട്. അതുമാത്രമല്ല, ഗ്വാട്ടിമാലയിൽ നിന്നും, എൽ സാൽവഡോറിൽ നിന്നും, ബെലീസിൽ നിന്നും, ഹോണ്ടുറസിൽ നിന്നും ഒക്കെ കടന്നു വരുന്ന ആളുകൾ, അവരെല്ലാവരും തന്നെ ഡ്രഗ് പെഡലേഴ്സോ സെക്സ് റാക്കറ്റിൻ്റെ ഭാഗത്തുള്ളവരൊന്നുമല്ല. അവരിൽ ചിലരെങ്കിലും പ്രശ്നക്കാരുണ്ട്, പക്ഷെ പലരും ഭാഗ്യാന്വേഷികളായി എത്തുന്നവരാണ്. മെച്ചപ്പെട്ട വേതനം, അതുമാത്രമല്ല അവിടുത്തെ പട പേടിച്ച് പന്തളത്ത് ചെല്ലുന്നവരാണ്. അവിടെ ആഭ്യന്തരമായ കലഹങ്ങൾ, വലിയ തോതിലുള്ള കൊള്ളിവയ്പ്, അപ്പോൾ അരാജകത്വം നടമാടുന്ന സെൻട്രൽ അമേരിക്കൻ റീജിയനിലെ രാജ്യങ്ങളിൽ നിന്നും മെക്സിക്കോ അതിർത്തി കടന്ന് ഫിസിക്കലായിട്ടാണ് ഇവർ കടന്നു വരുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ മുൻ അഡ്മിനിസ്ട്രേഷൻ 2016 മുതൽ 20 വരെ, അല്ലെങ്കിൽ 17 മുതൽ 21 ജനുവരി വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ വലിയ തോതിൽ കുറവ് വന്നിരുന്നു ഈ കുടിയേറ്റത്തിന്, മെക്സിക്കോ അതിർത്തി വരെയുള്ള വഴിയുള്ള കുടിയേറ്റത്തിന്. അതേസമയം വീണ്ടും ബൈഡൻ അധികാരത്തിൽ വന്നപ്പോൾ, ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ ആ സമവാക്യങ്ങൾ മാറി മറിഞ്ഞു. ഏതാണ്ട് 1 കോടി ആളുകളാണ്, ഒരു 7.8 മില്യൺ ആളുകൾ. അപ്പം 70 ലക്ഷത്തിനും 80 ലക്ഷത്തിനും ഇടയിൽ ആളുകളും മറ്റു ഭാഗത്തിൽ നിന്ന് ബാക്കിയുള്ളവരും ആയി 1 കോടിയോളം പേരാണ് മെക്സിക്കോ അതിർത്തി കടന്ന് ആ 4 ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ 4 വർഷത്തിൽ അമേരിക്കയിലേക്ക് പ്രവേശിച്ചത്. അതിൽ ഇന്ത്യക്കാരുൾപ്പെടെ ഉണ്ട്. ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് പോയി ഇറങ്ങി പല രാജ്യങ്ങൾ കടന്ന്, അതിർത്തികൾ കടന്ന്, മെക്സിക്കോ അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് ദക്ഷിണ ഭാഗത്തുനിന്ന് പ്രവേശിക്കുന്ന ഇന്ത്യക്കാരുൾപ്പെടെ ഉണ്ടെന്ന് ഓർക്കണം. അവരെയൊക്കെയാണ് ആദ്യ റൗണ്ടിൽ അമേരിക്ക കയ്യാമം വെച്ചും അല്ലാതെയും അതത് രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ കയറ്റി അയച്ചതെന്ന് ഓർക്കണം. അപ്പോൾ ഇപ്പോൾ സൈനികമായ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റിന് വിപുലമായ അധികാരങ്ങളാണ് അമേരിക്കൻ ഭരണഘടന നൽകുന്നത്. പക്ഷേ ഒരു സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന യന്ത്രം പോലെ പെട്ടെന്ന് അത് ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ 90 ദിവസത്തെ ഗ്രേസ് പീരിയഡ്, ജസ്റ്റേഷൻ പീരിയഡ് കടന്നു കഴിയുന്നു. ഉടനെ തന്നെ അടുത്ത ആഴ്ച തന്നെ ആ 90 ദിവസത്തെ ലിമിറ്റ് കഴിയുകയാണ്. അപ്പോൾ വ്യാപകമായ മാറ്റങ്ങൾ ദക്ഷിണ പ്രദേശത്ത് വരുന്നു. ഇനി എന്താണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കൂ. അമേരിക്ക ഇപ്പോൾ നട്ടം തിരിയുകയാണ്. എന്തുകൊണ്ടാണ്? വലിയ തോതിലുള്ള വ്യാപാര യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഈ അനധികൃതമായി കുടിയേറിയ മെക്സിക്കൻ അല്ലെങ്കിൽ ഹിസ്പാനിക് വംശജരെ പുറത്താക്കുമ്പോൾ ആഭ്യന്തരമായി വളരെ വലിയ ഉൽപ്പാദന നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാവുക. ഇറക്കുമതി കുറയുന്നു. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഏതാണ്ട് $478 ബില്യൺ വാർഷിക ഇറക്കുമതി, അത് വളരെയധികം കുറയാനാണ് സാധ്യത. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 145% തീരുവ. അപ്പോൾ ചൈനീസ് ഇമ്പോർട്ട്സ് ഏതാണ്ട് അസാധ്യമായി മാറും. എന്നാൽ അതേസമയം ഐഫോൺ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ, സെമി കണ്ടക്ടേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറക്കുമതി നിയന്ത്രണം ഭാഗികമായി പിൻവലിക്കുകയും ചെയ്തു. ബാക്കി രാജ്യങ്ങൾക്ക് 10% ബ്ലാങ്കറ്റ് ടാരിഫ്. പക്ഷേ അവിടെ ചൈനയിൽ നിന്ന് ഉൽപ്പാദനം നടത്തി അമേരിക്കയ്ക്ക് കൊണ്ടുവന്നിരുന്ന സാധനങ്ങൾ
ഒറ്റയടിക്ക് വരാതെയാകുമ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ ചീപ്പ് കമോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കണം. അതിനുള്ള ഏറ്റവും നല്ല വർക്ക് ഫോഴ്സ് ആയിരുന്നു, ചീപ്പ് ലേബർ ഉള്ള അമേരിക്കയിലെ വർക്ക് ഫോഴ്സാണ് മെക്സിക്കൻ അതിർത്തി കടന്നു വന്നിരുന്ന ആളുകൾ. അപ്പോൾ ആ ആളുകൾ ഇപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ അവരെ തടഞ്ഞു വയ്ക്കുക, ഡീറ്റെയിൻ ചെയ്യുക. ആർമിയാണ്, ആ ആർമിക്ക് നിയന്ത്രണം വരികയാണ്. അത് ഒരു ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, അതായത് ഈ ആഭ്യന്തര വകുപ്പിൽ നിന്നും പ്രതിരോധ വകുപ്പിലേക്ക് ആ പ്രദേശങ്ങളുടെ മുഴുവൻ ആ എല്ലാ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണമല്ല, അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം. അവിടെ സാങ്ച്വറീസ് ഉണ്ട്, അതായത് ഹിസ്പാനിക് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളുണ്ട്, അതുപോലെ ഒറിജിനൽ റെഡ് ഇന്ത്യൻസ് താമസിക്കുന്ന സാങ്ച്വറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേക സംരക്ഷിത മേഖലകളുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ നിയന്ത്രണം അമേരിക്കൻ സൈന്യത്തിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ഒരു സൈനിക ഭരണമാണോ ആത്യന്തികമായി ട്രംപ് ലക്ഷ്യമിടുന്നത്? ഇപ്പോൾ അമേരിക്കയുടെ ഈ അധികാരം എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് മെക്സിക്കോ അതിർത്തി, അതിനേക്കാൾ വലിയ അതിർത്തിയാണ് കാനഡയുമായുള്ള അതിർത്തി. കാനഡയുമായി അതിർത്തി ലോകത്ത് ഏറ്റവും അധികം ബോർഡറുള്ള 2 രാജ്യങ്ങളാണ് അമേരിക്കയും കാനഡയും. ഇപ്പോൾ റഷ്യയും കസാഖിസ്ഥാനും തമ്മിലാണ് രണ്ടാമത്തെ വലിയ ബോർഡർ. അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഇടയിലുള്ള ബോർഡർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8600ഓളം കിലോമീറ്ററാണ് ബോർഡർ. അപ്പോൾ ഇത് മെക്സിക്കോ അതിർത്തിയിൽ 2000 മൈൽസാണ്. മെക്സിക്കോ അമേരിക്ക അതിർത്തി 2000 മൈൽസാണ്, 3000-ൽ താഴെ കിലോമീറ്ററാണ്. പക്ഷേ അത് തന്നെ വലിയൊരു ദൂരമാണ്. അപ്പോൾ ഇന്ത്യയുടെ എൻറ്റയർ ലെങ്ത്തിൻ്റെ ഓളം ദൂരം വരും അത്. അപ്പോൾ അത്രയും ദൂരമുള്ള അതിർത്തി മതിൽ കെട്ടി അടയ്ക്കുമെന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം പാഴ്വാക്കായില്ലെങ്കിലും പൂർണ്ണമായി മതിൽ കെട്ടി അടയ്ക്കാനാവില്ല എന്ന് സ്ഥിരബുദ്ധിയുള്ള ആരും മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ അവിടെ സൈന്യത്തിൻ്റെ നിയന്ത്രണം വരികയും സൈന്യത്തിൻ്റെ നിയന്ത്രണം ഒരു പ്രദേശത്ത് വരികയും അത് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്താൽ അമേരിക്ക നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങളിലേക്ക് അമേരിക്കൻ ജനത, അവിടെ പൗരാവകാശങ്ങൾ ലംഘനം ഉൾപ്പെടെ ഉണ്ടാകും. സൈന്യത്തിന് ഒരിക്കലും അമേരിക്കൻ സൈന്യത്തിന് ആ രീതിയിലുള്ള വിപുലമായ അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ വരാൻ പോകുന്ന സെനറ്റർമാരാരെങ്കിലും തിരിഞ്ഞു നിൽക്കും. അമേരിക്കൻ ഫെഡറൽ കോടതി ചിലപ്പോൾ ഇടപെട്ടെന്നിരിക്കും. ആ ദക്ഷിണ സംസ്ഥാനങ്ങളുടെ ഏതെങ്കിലും കോടതികൾ ആ സൈന്യത്തിൻ്റെ വരവിനെ എതിർത്തെന്നിരിക്കും. വലിയ നിയമ പോരാട്ടങ്ങൾക്കുള്ള വേദിയായി മാറും. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല എങ്കിൽ പോലും അത് നടപ്പാക്കിയെടുക്കുന്ന രീതിശാസ്ത്രം ആകെ താളപ്പിഴ ഉണ്ടാകുന്ന ഒരു രീതിയാണ്. ട്രേഡ് വാറിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ട്രംപൻ പ്രഖ്യാപനങ്ങൾ, വലിയ ട്രംപുരാൻ പ്രഖ്യാപനങ്ങൾ അതേ ശ്വാസത്തിൽ പിൻവലിക്കേണ്ട ഗതികേടുണ്ടായത് നമ്മൾ സമീപകാലത്ത് കണ്ടു. അതുപോലെ ഈ സൈനിക നീക്കവും പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് അവിടെ ഉരുണ്ടുകൂടുന്ന പ്രതിഷേധങ്ങൾ കാരണമാകും. ഇപ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റിക്കുമുള്ള ഗ്രാൻറ്റുകൾ ട്രംപ് വെട്ടിക്കുറച്ച് കഴിഞ്ഞു. $2.2 ബില്യൺ ഗ്രാൻറ്റാണ് ഹാർവർഡ് യൂണിവേഴ്സിറ്റിക്ക് ഭരണകൂടം നൽകുന്നത്. അത് പൂർണ്ണമായി പിൻവലിച്ചു. കാരണം എന്താ? പ്രതിഷേധങ്ങളുടെ, പ്രോ പലസ്തീനിയൻ പ്രതിഷേധങ്ങളുടെ കുന്തമുനയായി യൂണിവേഴ്സിറ്റികൾ മാറുന്നു. അതിൽ തന്നെ ഹാർവർഡ് യൂണിവേഴ്സിറ്റി, ലോകത്തെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾ പലപ്പോഴും അഡ്മിഷൻ തേടി എത്തുന്ന, ലോകത്തെമ്പാടുമുള്ള ആളുകളാണ് എത്തുന്ന സ്ഥലമാണ് ഹാർവർഡ്. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും പോലെ അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് ഹാർവർഡ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ധനസഹായം ട്രംപ് വെട്ടിക്കുറച്ചത് പൂർണ്ണമായും മാറ്റിയിരിക്കുകയാണ്. അപ്പം ഹാർവർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലർക്ക് തുല്യമായ പദവിയാണ്. പ്രസിഡന്റ് ഉഗ്രമായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. അപ്പം അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ ഒരു ഊടും ഭാവം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യം തേടി അവിടെ എത്തിയ ആളുകളാണ്. ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ആദ്യം, പിന്നീട് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ സ്വാതന്ത്ര്യദാഹികളായ സ്വപ്നജീവികൾ എത്തിപ്പെട്ട സ്ഥലമാണ്. അവരെ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പ്രതിഷേധ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പൗരന്മാരാണത്. അത് വിദേശ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചാൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്യാം, അതൊക്കെ തീർച്ചയായും ചെയ്യാം, അവരെ പറഞ്ഞു വിടാം. അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ H-1B വിസയിലെത്തിയവർ, അവർക്കൊക്കെ എതിരെ നടപടികൾ എടുക്കാം, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. പക്ഷേ അമേരിക്കൻ പൗരന്മാരായ വിദ്യാർത്ഥികൾക്കെതിരെ പോലും പ്രതിഷേധ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ ഇതെവിടെ എത്തി നിൽക്കുമെന്നതിനെക്കുറിച്ച് കാര്യമായ കൺസേൺ അമേരിക്കയ്ക്കുള്ളിലുണ്ട്, ലോകത്ത് എല്ലായിടത്തുമുണ്ട്. അതേസമയം ട്രംപിന് ഇപ്പോഴും ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നും റാഡിക്കൽ റൈറ്റ് വിങ്ങേഴ്സ് പലപ്പോഴും ട്രംപിന് അനുകൂലമായി സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ട്രംപിന് മാത്രമേ അമേരിക്കയുടെ സ്ലൈഡിനെ നിയന്ത്രിക്കാനാവൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അമേരിക്കയ്ക്കുള്ളിലും അമേരിക്കയ്ക്ക് പുറത്ത്, ഇന്ത്യക്കുള്ളിൽ പോലും ഉണ്ട്. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത്, പല യുദ്ധങ്ങൾ, പല മുന്നണികളിൽ ഒരേ സമയം പോരാടാനുള്ള കരുത്തും നിശ്ചയദാർഢ്യവും അമേരിക്കയ്ക്കുണ്ടോ എന്നത് ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. താങ്ക് യു.